ഹായ് ഹലോ എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. മധുരത്തിനായി പണ്ട് മുതൽക്കേ ശർക്കര നാം ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കിയിട്ടുള്ളതാണ്. പഞ്ചസാരയ്ക്ക് പകരമായി ഉപയോഗിക്കുന്ന ഈ മധുരം ആരോഗ്യത്തിനും വളരെ ഗുണപ്രദമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ശർക്കര ഉപയോഗിച്ചുള്ള പായസമാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. ശർക്കര പായസം എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ശർക്കര പായസം ഉണ്ടാക്കാൻ ആവശ്യമായ ചേരുവകൾ ഇനി പറയുന്നവയാണ്: 1/4 കപ്പ് പൊടിച്ച ശർക്കര, 2 ടേബിൾ സ്പൂൺ കുതിർത്ത അരി, 1 ടീസ്പൂൺ നെയ്യ്, ഉണക്കമുന്തിരി, കശുവണ്ടി, ഏലക്കാപ്പൊടി, 4 കപ്പ് പാൽ, ആവശ്യത്തിന് വെള്ളം. ശർക്കര പായസം തയ്യാറാക്കാനായി ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് അല്പം വെള്ളം ചേർക്കുക. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പാൽ ചേർത്ത് ഇളക്കുക. പാൽ നന്നായി തിളയ്ക്കുമ്പോൾ കുതിർത്ത് വച്ചിരിക്കുന്ന അരി കൂടി ചേർക്കാവുന്നതാണ്. ഇനി ഇത് ഇങ്ങനെ തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് ഞാൻ ഒരൽപ്പം ഏലക്കാപ്പൊടി കൂടി ചേർക്കുകയാണ്. വീണ്ടും ഇളക്കുക. പാൽ നന്നായി തിളച്ച് കുറുകി വരണം. നമ്മൾ മുമ്പ് ചേർത്ത കുതിർത്ത അരി പാലിൽ കിടന്നാണ് നന്നായി വെന്തു വരുന്നത്. പാൽ നന്നായി കുറുകി ഇത്രയും ആയിട്ടുണ്ട്. അരിയും ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി തീ അണച്ച് ഈ മിശ്രിതം ഞാൻ തണുക്കാനായി ഒന്ന് മാറ്റിവെക്കുകയാണ്. ഈ സമയത്ത് മറ്റൊരു പാൻ ചൂടാക്കി അതിലേക്ക് അല്പം നെയ്യ് ചേർക്കാം. നെയ്യ് നന്നായി ഉരുകി വരുമ്പോൾ അതിലേക്ക് കശുവണ്ടിയും ഉണക്കമുന്തിരിയും ചേർത്ത് വറുത്തെടുക്കുക. കശുവണ്ടിയുടെയും ഉണക്കമുന്തിരിയുടെയും നിറം ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതും ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം അതേ പാനിലേക്ക് ഞാൻ പൊടിച്ചു വച്ചിരിക്കുന്ന ശർക്കര ചേർക്കുകയാണ്. ഇതിലേക്ക് ഒരൽപ്പം വെള്ളം കൂടെ ചേർത്ത് നന്നായി ഇളക്കുക. വെള്ളം ഒരുപാട് ഒഴിക്കേണ്ടതില്ല. നല്ല കട്ടിയുള്ള ശർക്കര പാനിയാണ് നമുക്ക് വേണ്ടത്. അരി പാലിൽ കിടന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വറുത്തു വച്ചിരിക്കുന്ന കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടി ഞാൻ ചേർക്കുകയാണ്. ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കര പാനി കൂടി ചേർക്കാം. വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ശർക്കര പായസം റെഡി ആയിട്ടുണ്ട്. നോക്കൂ, രുചികരമായ ഈ ശർക്കര പായസം തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ഏവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ പായസത്തിന്റെ റെസിപ്പി നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാം. ഇതുപോലുള്ള കൂടുതൽ രുചികരമായ വിഭവങ്ങൾ ലഭിക്കുവാൻ സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വിഭവവുമായി വരാം. നന്ദി.